ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചുവർചിത്രത്തിൻ്റെ ബേസിക് കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത് ഒരു ചുവർചിത്രത്തിൻ്റെ ബേസിക്കായിട്ട് ജസ്റ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി മാത്രം വരച്ചൊരു ചിത്രമാണ്. അപ്പോൾ ഇതിൽ പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം, ഈ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിലുള്ളതാണ് ചുവർചിത്ര കലാരീതി. ഇതൊരു ക്ഷേത്ര കലാരീതിയാണ്. ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കലാരീതിയാണ്. ചുവരിലാണ് ചുവർചിത്രം വരക്കാറുള്ളത്. ഈ ചുവർചിത്രത്തിൻ്റെ ആവിർഭാവം എന്ന് പറഞ്ഞാൽ വിഷ്ണുധർമ്മ ശാസ്ത്രത്തിൽ നിന്നും ആണ് ക്ഷേത്രത്തിലേക്കുള്ള ചുവർചിത്രങ്ങൾ ആവിർഭാവം. അതിനു മുമ്പ് ഇതിന് അജന്തയിലെ ഗുഹകളിലൊക്കെ ഉണ്ട്. അല്ലാതെ ഗുഹകളിൽ മനുഷ്യർ ഗുഹകളിലൊക്കെ കോറിയിട്ട ചിത്രങ്ങളൊക്കെ ചുവർചിത്രങ്ങളുടെ ഉണ്ടായതാണെന്നുള്ളതാണ് ശാസ്ത്രവശങ്ങൾ. എങ്കിലും വിഷ്ണുധർമ്മ ശാസ്ത്രത്തിലാണ് ഈ ചുവർചിത്രത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കുക കണ്ണൂർ ജില്ലയിലെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, തൊടിക്കളം ശിവക്ഷേത്രം, മട്ടന്നൂർ പയ്യന്നൂർ പരിയാരം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. പിന്നെ അവിടെ അജന്ത ശൈലിയിലുള്ള ചിത്രമാണുള്ളത്. കാരണം അതിനകത്ത് മഷി എഴുത്തില്ല. മഷി എഴുത്ത് എന്ന് പറഞ്ഞാൽ അതൊരു കറുത്ത അവസാനം ചിത്രം മുഴുവനും പൂർത്തിയാക്കുന്ന അവസാനം ഒരു എഴുത്താണ് അതിനകത്ത് പ്രധാനം. ചിത്രം എന്ന് പറയുന്നത് തന്നെ എഴുത്താണ്. അതാത് വർണ്ണങ്ങളിലെ കടുത്ത രേഖകൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ ആ ചിത്രം വരച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ ശിവക്ഷേത്രം. ശിവൻ്റെ പ്രദോഷ താണ്ഡവ ചിത്രം അതിനകത്തുണ്ട്. അനന്തശയനവും അതുപോലെ കോട്ടയം പുണ്ടരി ക്ഷേത്രത്തിലെ വേട്ടശാസ്ത്ര ഗരുഡ, അങ്ങനെ ഒരുപാട് ക്ഷേത്രം, പനയനാർക്കാവ് ക്ഷേത്രം, പിന്നെ വടക്കുംനാഥ ക്ഷേത്രം, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഈ ചുവർചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ചുവർചിത്രത്തിൽ സാധാരണയായി 5 നിറങ്ങളാണുള്ളത്. പച്ച, കറുപ്പ്, വെള്ള, മഞ്ഞ, ചുവപ്പ്. പച്ച, കറുപ്പ്, മഞ്ഞ, വെള്ള അതിൻ്റെ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്ന കളറാണ്. ചുണ്ണാമ്പാണ്. പിന്നെ നീല, മഞ്ഞ, ഇങ്ങനെ 5 നിറങ്ങൾ പ്രകൃതിജന്യമായ നിറങ്ങളാണ് ക്ഷേത്രങ്ങളിൽ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിക്കാറുള്ളത്. ഇന്ന് അക്രിലിക് ഉപയോഗിക്കും. നമ്മൾ ക്രയോൺ പെൻസിൽ, കളർ പെൻസിൽ വരെ ഉപയോഗിച്ച് നമ്മൾ വരച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നു. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ ചിത്രങ്ങൾ അതിനനുസരിച്ച് വരച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചിത്രത്തിൽ സാധാരണയായി മൂർത്തികളെയാണ് ഇതിനകത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപങ്ങൾ, മനുഷ്യരൂപങ്ങൾ. ഒരു മനുഷ്യരൂപം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എങ്ങനെയാണോ മനുഷ്യരൂപം വരക്കാറുള്ളത്, ബേസിക്കായിട്ട് ഒരു മനുഷ്യരൂപം വരക്കാറുള്ളത്, ആ ബേസിക്കായിട്ടുള്ളതിൽ നിന്നും ഒരിത്തിരി മാറ്റം മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചിത്രം വരക്കുമ്പോൾ അതൊരു താലപ്രമാണത്തിലാണ് എടുക്കുക. താലപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ണും മൂക്കും ചെവിയും ഒക്കെ ഉള്ള ഒരു അളവിലാണ്, ഒരു കൃത്യമായ അളവുണ്ടാവും. ഈ കണ്ണിന് ഇത്ര അളവ് വേണം, മൂക്ക്, ചെവി, മുഖത്തിൻ്റെ വിസ്തീർണം, ഇങ്ങനെ ഒരു പ്രത്യേക അളവിലാണ് ഈ ചിത്രം വരക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചിത്രം എങ്ങനെ വരക്കുന്നതെന്ന് നമുക്ക് ഇതിൻ്റെ മുഖം, ഫേസ് എങ്ങനെ വരക്കുന്നതെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇതൊരു വൃത്തമാണ്. ഇത് ഞാൻ വരച്ചൊരു വൃത്തം. ഈ വൃത്തത്തിൻ്റെ നടുവിലേക്കൂടി ഒരു രേഖ വരച്ചു. അതിനെ 1, 2, 3, 4 ഭാഗിച്ചു. ഈ വൃത്തത്തെ 4 ഭാഗിച്ചു. ഈ 4 ഭാഗിക്കുമ്പോൾ ഈ 4 ഭാഗത്തിൽ സാധാരണ ഒരു മനുഷ്യൻ്റെ ഫേസ് വരക്കും പോലെ തന്നെ വരക്കണം. കണ്ണുകൾ അടയാളപ്പെടുത്തേണ്ടത് കണ്ണ്, മൂക്ക്, അങ്ങനെ 4 നമ്മൾ സാധാരണ ഫേസ് എങ്ങനെയാണോ വരയ്ക്കുക അതുപോലെ ബേസിക്കായിട്ട് വരക്കും. അതിനുശേഷം ഇതിന് താലപ്രമാണത്തിലാണല്ലോ നമ്മൾ വരയ്ക്കുക. അപ്പം നമ്മൾ താലപ്രമാണം എന്ന് പറയുമ്പോൾ സാധാരണ
ഇവിടെ നമുക്ക് കാലം മാറി അതിനനുസരിച്ച് നമ്മൾ അളവിലും നമ്മളതായ രീതിയിൽ അങ്ങനെ ബേസിക്കായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. താലപ്രമാണത്തിൽ ചെയ്യണം. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ണ് വരക്കുമല്ലോ, ആ ചിത്രത്തിൻ്റെ കണ്ണ് വരക്കും. ഇവിടെ ഒരു ചിത്രത്തിൻ്റെ കണ്ണ് ജസ്റ്റ് ഞാനൊന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് കളർ പെൻസിൽ വെച്ച് വരച്ചൊരു ചിത്രം. ഈ കണ്ണ് ഇതാ ഇങ്ങനെ 4ആയിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം വരച്ചൊരു ചിത്രമാണിത്. കണ്ണും മൂക്കും ചുണ്ടും. ഇവിടെ ഈ 2 പുരികങ്ങൾ കണ്ട, 2 പുരികങ്ങൾക്കിടയിൽ ഉള്ള അകലം, ഈ അകലം 1 അങ്കുലായിരിക്കും. ഈ കണ്ണുകളുടെ പുരികത്തിനിടയിലുള്ള അകലം 1 അങ്കുലമാണ്. അപ്പോൾ ഈ 2 പുരികങ്ങൾക്കും ഇടയിലുള്ള അകലം 1 അങ്കുലം. ആ 1 അങ്കുലം നമുക്ക് ഈ ഒരു സ്കെയിലിൽ ഒരു വലിയ ഫേസ് വരയ്ക്കുന്നതാണെങ്കിൽ 1 അങ്കുലം 1 ഇഞ്ച് തന്നെയായിട്ട് എടുത്തോട്ടെ. 1 ഇഞ്ച് തന്നെയായി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി മുഖത്തിൻ്റെ എല്ലാ അളവുകളും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കണ്ണ് വരയ്ക്കുമ്പോൾ കണ്ണിൻ്റെ നീളം 3 അങ്കുലാണ്. അപ്പോൾ 1 അങ്കുലം 1 ഇഞ്ചാണെങ്കിൽ കണ്ണ് 3 അങ്കുലാണെങ്കിൽ കണ്ണിൻ്റെ നീളം എത്രയായിരിക്കും? 3 ഇഞ്ചായിരിക്കും. സാധാരണ അത് വലിയ ക്യാൻവാസിൽ വലിയ ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് അത്ര വലിയ കണ്ണൊക്കെ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ 2 പുരികങ്ങൾക്കിടയിലുള്ള അകലം 1/2 ഇഞ്ചാണെങ്കിൽ ഒരു അങ്കുലം എന്ന് പറഞ്ഞാൽ 1/2 ഇഞ്ചാണെങ്കിൽ ഒരു കണ്ണിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 1.5 ഇഞ്ചായിരിക്കും ഒരു കണ്ണിൻ്റെ അകലം. അതായത് 2 പുരികങ്ങൾക്കിടയിൽ അതൊരിക്കലും മാറൂല. ഈ 2 പുരികങ്ങൾക്കിടയിലുള്ള അകലം, ഈ ഒരു ബിന്ദു ഇവിടെയുള്ള അകലം 1 അങ്കുലാണ്. കണ്ണുകളുടെ നീളം 3 അങ്കുലാണ്. പിന്നെ കണ്ണുകളുടെ വീതി 1 അങ്കുലം എന്ന് പറഞ്ഞാൽ ഈ 2 പുരികങ്ങൾക്കിടയിലുള്ള അകലമാണ് ഈ കണ്ണുകളുടെ വീതി. അത് കൃഷ്ണമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ 1 അങ്കുലായിരിക്കും കൃഷ്ണമണി. 3 അങ്കുലാകുമ്പോൾ 3 അങ്കുലത്തിൽ 1 ഭാഗം കൃഷ്ണമണി ആയിരിക്കുമല്ലോ, 3ൽ 1 ഭാഗം കൃഷ്ണമണി. പിന്നെയുള്ളത് പുരികമാണ്. പുരികത്തിൻ്റെ അകലം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 അങ്കുലാണ്. അതായത് ഈ ഒരു കണ്ണിൻ്റെ നീളം എത്രയാണോ ആ കണ്ണ് ഇവിടുന്ന് ഇവിടത്തേക്ക് ഉള്ള അകലം, ആ അകലമാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ ചെവിയുടെയും അകലം അങ്ങനെ തന്നെ. അപ്പോൾ ഈ അങ്കുലം സ്കെയിൽ നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ ആദ്യം ഈ കണ്ണുകൾക്ക് പുരികങ്ങൾക്കിടയിലുള്ള അകലം മനസ്സിലാക്കി 1 അങ്കുലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി അവയവങ്ങളുടെ അകലം നമുക്ക് മനസ്സിലാക്കാം. അല്ലാണ്ട് താലം അതിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ അളവുകൾ അങ്ങനെ തന്നെ പഠിക്കണം, എങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റും. എങ്കിലും ഇതൊരു എളുപ്പമാർഗ്ഗമാണ്, നമ്മൾ ചെയ്യുന്ന ഏറ്റവും വളരെ എളുപ്പമാർഗ്ഗം. പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ, നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം ഇതാണ്. ഓക്കെ.